നാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത് ഇതിൽ കർത്താവിന്റെ വേലയിൽ അത് ശക്തിപ്പെട്ട് ഏത് സമയം കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇതിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നുമായിട്ട് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനുള്ള കൃപ കൊടുക്കുന്നവർക്ക് കർത്താവിന് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കുന്നവർക്ക് കർത്താവ് നന്ദി പറയും. I pray for the people, those who are watching online from different countries. Father God, thank you for your touching each and every soul and giving the anointing and power to each and every people. In Jesus' name. Amen. So God bless everybody. Praise the Lord. May our God bless everybody more and more. In Jesus' name, I pray. Amen. So glory to God. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ വേലയിൽ ഏത് സമയം നമ്മൾ കർത്താവിന്റെ വേലയിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുവാനായിട്ട്. അല്ലെങ്കിൽ കർത്താവിന്റെ ദൈവ വേലയിൽ ഏത് സമയം മുന്നോട്ട് പോകാനായിട്ട് ദൈവത്തിന് വിശുദ്ധമായി ആഗ്രഹിക്കുന്നു. ഗോ ഹെഡ് വിത്ത് ദ ഗോസ്പൽ മിനിസ്ട്രി. കർത്താവിന്റെ വേലയിൽ മുമ്പോട്ട് തന്നെ പോകുവാനായിട്ട് ശുശ്രൂഷയിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു പറയാനായിട്ട്. ഇത് വായിക്കുന്ന ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സസ് 4 ഇതിൽ പറഞ്ഞാല് 1 യോഹന്നാൻ 4 അധ്യായം 4 വാക്യം വായിക്കുന്ന വെച്ചാല് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു മരിക്കുന്നു. പ്രൈസല്ലോ. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. പ്രൈസല്ലോ. ഇതിൽ പറഞ്ഞ് യു ആർ ഓഫ് ഗോഡ് ലിറ്റിൽ ചിൽഡ്രൻ ആൻഡ് ഹാവ് ഓവർകം ദം ബിക്കോസ് ഹി ഹു ഈസ് ഇൻ യു ഗ്രേറ്റർ ദാൻ ഹി ഹു ഈസ് ഇൻ ദ വേൾഡ്. പ്രൈസല്ലോ. ഹല്ലേലൂയ. അതാണ്. അപ്പൊ നമ്മൾ കർത്താവിന്റെ വേലയായിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്കെതിരായിട്ട് വരും. അനേകം പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട ആവശ്യ സിറ്റുവേഷൻസ് വരും. പല രീതികളിൽ പിശാചിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക മേല തകർത്ത് കളയാന്നുള്ളതാണ്. അന്ധകാശത്തിൽ ഏറ്റവും വലിയ പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക മേല തകർത്ത് കളയാന്നുള്ളതാണ് അന്ധകാശത്തിന്റെ പ്രവർത്തനം. ദിസ് ഈസ് എ മെയിൻ ട്രിക്ക് ഓഫ് ദ ഡെവിൾ ടു ഡിസ്ട്രോയ് all the destroy the income, the wherever that financial areas, devil will try to destroy the people, those who are in the ministry level. Praise the Lord. അതാണ് ഫൈനാൻഷ്യൽ ഏരിയയിൽ നമുക്ക് സെറ്റപ്പ് അല്ല എങ്കിൽ അത് അന്ധകാശത്തിക്ക് അറിയാം നമ്മൾ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടും. പക്ഷെ കർത്താവ് നമുക്ക് മരുഭൂമിയിലെ സമൃദ്ധി വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ ആ രീതിയിൽ നമുക്കറിയാം നമ്മൾ സാമ്പത്തിക മേഖല തകരുമ്പോൾ നിശ്ചയമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്താനായിട്ട് ഇടവരത്തില്ല അധികം ആൾക്കാർ. അപ്പൊ നമ്മള് പിശാചിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാമ്പത്തിക മേഖല തകർത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കർത്താവിനുള്ള ആ ബന്ധം കുറയും. നമ്മുടെ കർത്താവിനുള്ള ആ ബന്ധം കുറയ്ക്കുവാനായിട്ടാണ് അന്ധകാശത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പം കർത്താവിന്റെ ഏറ്റവും വലിയ ഹിതം എന്നാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ദൈവമക്കളെല്ലാവരും വിശ്വാസത്തിൽ മുന്നേറി നടക്കണം. അതാണ് വിശ്വാസത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം. അതാണ് കർത്താവിന്റെ ഹിതം. അപ്പൊ നമ്മൾ എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും കർത്താവിൽ ആശ്രയിക്കുന്ന എല്ലാവരും അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. whatever you are facing in your life, the depressions, anxiety, prosecutions, and court case, maybe the visa problems, the lots of problems it will come against your life. This is a will of God. What is a will of God? Each and every people are watching online. Right? People are doing the gospel work. Right, Lord? Whenever situations are coming against your life, what you have to think it over? Something greatest things, it has already been prepared by God for you. അതാണ് നമുക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തുമാത്രം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് നമുക്ക് വേണ്ടി വലിയൊരു വഴി തുറക്കാനായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഒന്നുമില്ലാത്ത ശൂന്യത നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് കഴിയത്തില്ലോ. അല്ലെങ്കിൽ ശൂന്യത വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയാതെ ദൈവത്തിൽ നമ്മൾ ആശ വെക്കണം. കർത്താവിന്റെ വാക്തത്വത്തിൽ നമ്മൾ മുന്നേറണം.
ഇന്ന് അനേകം ശുശ്രൂഷ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വഴി അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു വഴിയില്ല. ഒരാൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും കർത്താവിന്റെ ഹിതം എന്നാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവിൽ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് അതിന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ സകല ചിന്താകുലവും യേശു ക്രിസ്തുവിൽ നമ്മൾ കൊടുക്കണം, കർത്താവിൽ കൊടുക്കണം. അപ്പോൾ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഏത് സമയം കർത്താവ് ശ്രദ്ധാലുവാണ്. അപ്പം എന്ത് കാര്യമാണ് നിങ്ങൾ ദൈവ വേല ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും യേശു ക്രിസ്തു ഏത് സമയവും അവർ ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ്. അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാം ചാപ്റ്റർ 91 അതിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ രാത്രിയിലെ ഭീകരതയും പകൽപ്പറയുന്ന അസ്വസ്ഥയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാഭാരിയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശിയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വാട്ട് ഓൾ സാംസ് 91 ഇറ്റ് ഈസ് ഓൾറെഡി ഗീവിംഗ് the protection and protection to the people those who are in Christ Jesus. What is the protection? Protection from God. That means protection by the blood of Jesus Christ you are getting. Right, Lord. The people those who are in Christ Jesus. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റോമക്കാരിൽ അതാണ് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യോഹന്നാൻ 4:4 പറയുന്ന ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4:4 പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അതാണ് യേശുക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു മരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അതാണ് പറയുന്നത്. നമ്മൾ യേശുക്രിസ്തുവിലുള്ളവരാണ്. നമ്മൾ യേശുക്രിസ്തുവിലുള്ള വ്യക്തികളായതുകൊണ്ട് നമ്മൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിക്കുന്ന ജയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ മൊത്തം നമുക്കറിയാം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് നമുക്കറിയാം. അതേപോലെ തന്നെ യേശു പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്ന യാഹ്വയിൽ വിശ്വസിച്ച യഹോവയിൽ വിശ്വസിച്ച ഒരാളും പ്രൈസ് ദി ലോർഡ് പഴയ നിയമത്തിൽ ലജ്ജിച്ചിട്ടില്ല. അത് അബ്രഹാം ആയിക്കോട്ടെ, യാക്കോബ് ആയിക്കോട്ടെ, ഇസ്ഹാക്ക് ആയിക്കോട്ടെ. അതേപോലെ തന്നെ പുതിയ നിയമത്തില് അപ്പോസ്തലന്മാരെല്ലാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരാളും ലജ്ജിക്കാൻ ഇടവരുത്തിയിട്ടില്ല. അവരെല്ലാവരും അവരുടെ ശുശ്രൂഷ കാലാവധി കഴിച്ചു എന്ന് വെച്ചാൽ ഈ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് അവരെല്ലാവരും അവരുടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അവർ കഴിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ എതിരായിട്ട് വരും, പ്രതിസന്ധി ഘട്ടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. പക്ഷെ എങ്കിലും കർത്താവിന്റെ വചനം പറയും നമ്മൾ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, നമ്മൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച് ജയം എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. വി ആർ മോർ ദാൻ എ കോൺഗ്രർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഹൗ the God can say according in the Bible. That means the person, those who are believing in Christ Jesus, that means Jesus Christ is a victorious God. That victorious God dwells in our hearts. That means if our God is sitting in our heart, what is going to happen in our life? That means we are also becoming by default a victorious person through Christ Jesus. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ വഴിയായിട്ട് അതാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, ഏതൊക്കെ ശുശ്രൂഷ ലെവലിൽ നമ്മൾ നിൽക്കുന്നുണ്ടോ, ഏതൊക്കെ ശുശ്രൂഷ ലെവലിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത്. ശുശ്രൂഷ ലെവലിൽ ആയിരിക്കുന്ന ശുശ്രൂഷ ലെവല് നമ്മൾ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യണം. അങ്ങനെ ആയിരിക്കുമ്പോൾ അങ്ങനെ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരാളെയാണ് കർത്താവ് ശുശ്രൂഷ ലെവലിലേക്ക് നോക്കുന്നത്. അതാണ് റോമക്കാർ ലേഖനം 8:37 റോമൻ ചാപ്റ്റർ 8:37 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇൻ ഓൾ ദീസ് തിങ്സ് we are more than conquerors through him who loved us. അതാണ് റോമക്കാർ ലേഖനം 8:36 വാക്യം വായിക്കുവാണെങ്കിൽ പൗലോസ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. റോമൻസ്
chapter 8, verses 36 എന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമക്കൻ ലേഖനം 8-ാം അധ്യായം അതിൽ 36-ാം വാക്യം. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് പറയുന്നത് വെച്ചാൽ പൗലോസ് അനുഭവിച്ച ആ കഷ്ടങ്ങളെ പറ്റി പറയുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് റോമൻ ചാപ്റ്റർ 8 വേഴ്സസ് 36 and 37 ഇതിൽ പറയുന്നതാണ്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇതിൽ പറയുന്നത് തുടർന്ന് മുമ്പത്തെ 35-ാം വാക്യം പറഞ്ഞാൽ ബുക്ക് റോമൻ ചാപ്റ്റർ 8 വേഴ്സസ് 35 ഇതിൽ പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, പ്രൈസ് ദി ലോർഡ്, who shall separate us from the love of Christ? Shall tribulation or persecution or famine or nakedness, praise the Lord, all these things Apostle Paul was saying one by one, all these things, praise the Lord. He was facing lots of things in his life. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. പൗലോസിന്റെ ജീവിതത്തിൽ ശുശ്രൂഷയിലായിരുന്ന കാലത്ത് ഒത്തിരി മാത്രം ബുദ്ധിമുട്ടുകൾ പൗലോസ് അനുഭവിച്ചു, പ്രയാസങ്ങൾ അനുഭവിച്ചു, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ, ഒപ്പം നിന്ന് ആൾക്കാർ ചതിച്ച അവസ്ഥ, പ്രൈസ് ദി ലോർഡ്, വ്യാജമായിട്ട് ആ ഒരു പ്രചോദനം വ്യാജമായിട്ട് പറഞ്ഞ അവസ്ഥകൾ, കല്ലേറുകൊണ്ട്, കപ്പലപകടം, കാരാഗ്രഹവാസം, പ്രൈസ് ദി ലോർഡ് എന്ന് വിചാരിച്ച് ഈ പ്രോസിക്യൂഷൻ എല്ലാം വന്നെന്ന് വിചാരിച്ച് അപ്പോസ്തലൻ പൗലോസ് ശുശ്രൂഷ വിട്ട് പുറത്തോട്ട് പോയോ? ശുശ്രൂഷ ലെവൽ വിട്ട് പുറത്തോട്ട് പോയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയി, കർത്താവിന്റെ വേലയിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലൻ പൗലോസ് ഇത്രമാത്രം ലേഖനങ്ങൾ, ബുക്കുകൾ എഴുതാൻ പറ്റിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലരുടെ പ്രവൃത്തി ആദ്യ അധ്യായങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, പൗലോസ് ഒരു പ്രോസിക്യൂട്ടർ ആയിരുന്നു. പൗലോസ് ദൈവസഭയെ പീഡിപ്പിച്ച വ്യക്തിയായിരുന്നു. സ്തെഫാനോസ് കൊല്ലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആദിമ സഭകൾ മൊത്തം പീഡ അനുഭവിക്കുന്ന പൗലോസിന്റെ കയ്യാലാണ്. ആദ്യമായിട്ട് വായിക്കാനായിട്ട് പറ്റും അപ്പോസ്തലരുടെ പ്രവൃത്തി, നമുക്ക് ബിഗിനിങ് ചാപ്റ്റേഴ്സ് വായിക്കാനായിട്ട് പറ്റും. തുടർമാനമായിട്ട് ഈ പീഡിപ്പിച്ച വ്യക്തിയെ കർത്താവ് ടച്ച് ചെയ്തു. പൗലോസിനെ ടച്ച് ചെയ്ത വഴിയായിട്ട് കർത്താവിന്റെ ശക്തിയും അതേപോലെ തന്നെ കർത്താവിന്റെ മഹത്വവും പൗലോസിനെ അറിയാനായിട്ട് ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. I was saying, Apostle Paul, he was a prosecutor. When you are reading in the early centuries, in the book of Acts, chapter 5 onwards, when you are reading that, we can see that one. After that, our God was separated Apostle Paul to preach his good news in front of the nations, not only to the Jewish people, but to the Gentiles too. Praise the Lord, hallelujah. Apostle Paul, he was preached the gospel to the nations, that means to the Gentiles. അതാണ് 12-ാം അധ്യായം നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം, പൗലോസിന്റെ പ്രസംഗത്താൽ ജന്മന നമുക്കറിയാം ഡിസേബിലിറ്റി ആയ ഒരാള് കർത്താവിന്റെ പൗലോസ് പ്രസംഗിക്കുന്ന കർത്താവിന്റെ വചനം കേട്ട് വിശ്വസിക്കാൻ തക്ക ആ വിശ്വാസം ഉണ്ടെന്ന് പൗലോസ് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ സൗഖ്യം കൊടുക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സൗഖ്യം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് രോഗസൗഖ്യമുള്ളത്, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് പാവമോചനമുള്ളത്, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് രോഗശാന്തിയുള്ളത്. എവറിത്തിങ്, ഓൾ ദ മിറക്കിൾസ് ആർ ഹാപ്പനിങ് ടുഡേ in the name of Jesus Christ. Praise the Lord. Without the name of Jesus Christ, nothing will happen in our life. With Jesus Christ, our God can able to provide everything, whatever you want to receive in your life. Praise the Lord, hallelujah. So that എന്ന് വെച്ചാൽ വാട്ടമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന എല്ലാം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, അതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു വഴി നമുക്ക് പ്രദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും എനിക്ക് പറയാനായിട്ടുള്ളത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തി നമ്മൾ കളയരുത്. അനേകം ആൾക്കാർ നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് ശ്രമിക്കും, ഒന്നുമില്ലാതെ നമ്മളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിൽ നിന്നെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ്. അപ്പൊ യേശുക്രിസ്തുവിൽ എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവം അറിയാതെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ദൈവം അറിയാതെ ഒരു അന്തകാശക്തി നമ്മുടെ മുമ്പിൽ കൈ ഉയർത്തത്തില്ല. അങ്ങനെ ഉയർത്തിയാൽ തന്നെ അവർ തകർത്തു പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതേപോലെ തന്നെ രോഗപീഠകളും ഓർത്ത് ദൈവത്താന്റെ വേലിൽ നിന്ന് മാറിപ്പോകരുത്. We have to receive the power and anointing from the Holy Spirit in between the persecution, in between the tribulations, in between the rejections. What you have to do it, you should not say anything against our God. Praise the Lord. What you have to do in that, we have to give the glory and thanks to the Lord Almighty. Thank you, God, for this situation. I want to give thanks and praise to you.
അപ്പൊ അങ്ങനെ താങ്ക്സ്. അതാണ് പൗലോസ് പറയുന്നത്. പൗലോസിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്തൊക്കെ പൗലോസിന് സംഭവിച്ചു കഴിഞ്ഞാൽ കാരാഗ്രഹവാസം. അതാണ് അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിൽ പൗലോസ് ചെയ്യുന്നത് വെച്ചാൽ കാരാഗ്രഹത്തിൽ കിടന്നു. പൗലോസും ശീലാസോടെ കാരാഗ്രഹത്തിൽ കിടന്നു. ആ കാരാഗ്രഹത്തിൽ കിടന്ന അവസരത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൗലോസും ശീലാസും എന്താ വെച്ചാല് കർത്താവിനെ തള്ളിപ്പറയുകയല്ല ചെയ്തത്. അപ്പൊ കർത്താവിന് മഹത്വം കൊടുത്തു. അവര് രാത്രിയിൽ പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ചു. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാല് അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചു, ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചു, ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചു, കർത്താവിന് വേണ്ട മഹത്വം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് കഴിഞ്ഞാല് ആ രാത്രിയിൽ തന്നെ അവരെ അവിടുന്ന് ദുഷ്ടന്മാരെ കയ്യിൽ നിന്ന് വിടുവിച്ചു. വിടുവിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം രാജാക്കന്മാരുടെ രാജാവാണ്. നമ്മുടെ ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആരൊക്കെ ശുശ്രൂഷകളിൽ നിൽക്കുന്നുണ്ടോ, നമ്മൾ ചിന്തിക്കുക നമുക്ക് മുന്നോട്ട് വന്ന് നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ആണ് എങ്കിൽ തന്നെയും ഒരു പോംവഴി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. കർത്താവ് നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരും. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല, ഏറെക്കുറെ കാര്യങ്ങളൊക്കെ കർത്താവ് സ്വപ്നത്തിൽ കൂടെ എനിക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു. ചിലപ്പോൾ ഞാനിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, രാവിലെ ഏറ്റവും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്നൊരു ഒരു ക്ഷീണവും കാര്യങ്ങളും ഒരുപക്ഷെ ചിലപ്പോൾ ഉണ്ടാവും. ആ സമയത്ത് ശരീരമയക്കത്തിലേക്ക് ചിലപ്പോൾ പോകും. ആ സമയത്ത് കർത്താവ് സ്വപ്നങ്ങളിലൂടെ എന്നോട് സംസാരിക്കും, ചെയ്യേണ്ട കാര്യങ്ങൾ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇമ്മീഡിയറ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയും, സംസാരിച്ച് പറയും. ഹല്ലേലൂയ. ചിലപ്പോൾ അനുകൂലമായിട്ട് കാര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ വിശുദ്ധാത്മാവിനെ തകർത്ത് കളയും. എന്ന് കഴിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ ദൈവവേല വിട്ടുകളയരുത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഉണർവ് വെച്ചിട്ടുണ്ട്. there will be a harvest for you, the people, those who are doing the gospel work. Praise the Lord. Because of this reason, I want to encourage to all of you, praise the Lord, the work which you are doing for God, please continuously, please go ahead with your gospel work. One day our God will raise you up. One day our God can get you the reward. One day our God can honor you. One day our God can establish and increase your territory and my territory. Praise the Lord. Hallelujah. What you have to do it? Continuously have to pray to the Lord. അതുകൊണ്ട് തന്നെ കർത്താവിന് നമ്മൾ ദൈവത്തിൽ യേശുക്രിസ്തുവോട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രമാത്രം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ആകുലതയില്ല, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ല, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളില്ല, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അത്ര ആൾക്കാർ നമ്മളെ താർക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നിരാശയില്ല. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞു. അല്ല ലോകത്തിന്റെ നടക്കുന്ന ആൾക്കാരുടെ കാര്യമില്ല പറഞ്ഞത്. ഇഫ് യു ആർ പ്രൈസിങ് ഇൻ ടങ്, പ്രൈസ് ദി ലോർഡ്, ഇൻ ക്രൈസ്റ്റ് ജീസസ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്? യു വിൽ ഗെറ്റ് എ ഫുൾ ഓഫ് ജോയ് ഇൻ യുവർ ഹാർട്ട്. യു വിൽ ഗെറ്റ് എ ജോയ്ഫുൾ ഹാർട്ട്. എത്രമാത്രം പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമുക്ക് സന്തോഷമുള്ള ഒരു ഹൃദയം കർത്താവ് തരും. കാരണം വെച്ചാൽ അതിലൊന്നല്ല, എത്ര ബുദ്ധിമുട്ടായാലും ഇതിലൂടെ എല്ലാം കർത്താവ്, ഈ പരീക്ഷയിലൂടെയും ഒരു പോക്ക് വഴി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. അപ്പൊ നമ്മുടെ ശത്രുക്കളോർത്ത് ബുദ്ധിമുട്ട കാര്യമില്ല. നമ്മൾ അവരിന്ന് ഒരു കോവിഡ് വന്നിട്ടോ നമുക്കെതിരെ നിൽക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റും. വൈദ്യുതി ഒരുപക്ഷെ മിക്കവാറും അങ്ങനെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഒരുപക്ഷെ ദൈവം അവരെ ഉപയോഗിച്ചെന്നിരിക്കാം. അത് കർത്താവിന്റെ ഹിതമാണ്. അപ്പം പഴയ നിയമം തൊട്ട് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദൈവ മക്കൾക്കെതിരെ ഇരിക്കുന്ന ആൾക്കാർ അവര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുക ചെയ്തിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിപ്പന്റ് ചെയ്ത് മുന്നോട്ട് വരുവാണെങ്കിൽ കർത്താവ് അവരെ ദൈവവേലയ്ക്ക് ഒരുപക്ഷെ ഉപയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവവേലയായിരിക്കുന്ന ആൾക്കാരെ ഒരു കാരണവശാലും ഒരിക്കലും നമ്മൾ സാഹചര്യങ്ങൾ ഓർത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ഓർത്ത് നമ്മൾ കർത്താവിന്റെ വേലയെ നമ്മൾ തടസ്സപ്പെട്ട് നമ്മൾ നിൽക്കരുത്. നമ്മൾ മുന്നോട്ട് പോകണം. വീണ്ടും ഒരു കൊയ്ത്തുണ്ട് നമുക്ക്. അപ്പൊ ദൈവവേലയിൽ നമ്മൾ മുൻപോട്ട് പോവുക തന്നെ ചെയ്യണം. സുസൈഡ് സ്റ്റേറ്റിൽ പ്രീച്ച് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഒന്നും കാണത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങളുടെ സിറ്റി പോയി കർത്താവിനെ പ്രഘോഷിക്കണം. ചില സമയത്തേക്ക് എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ, വണ്ടിക്കൂലിക്കലും പൈസ ഇല്ലാത്ത അവസ്ഥ. ആ സമയത്തേക്ക് അടുത്ത സിറ്റിയിൽ പോയിട്ട്, നടന്നു പോയിട്ട്, ആ സിറ്റിയിൽ ഞാൻ താമസിക്കുന്ന സിറ്റി പോയിട്ട് കർത്താവിനെ പ്രഘോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തെ ആത്മാവിനും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്നവരാണ്.
ഇതാണ് ദൈവത്തിന്റെ ഹിതം. യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് നമ്മളോടുള്ള ഹിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ ലെവലിൽ മുമ്പോട്ട് പോകണം. അതാണ് ബുക്ക് ഓഫ് കൊളീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 12 and 13 and 14. ഇത് പറഞ്ഞ കൊളീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 12 and 13 ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തരാക്കുകയും, പ്രൈസ് ദി ലോർഡ്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. Galatians chapter 1 verse 12 and 13 Bible says, giving thanks to the Father who has qualified us to be partakers of the inheritance of the saints in the light. Praise the Lord. Hallelujah. He has delivered us from the power of darkness and conveyed us into the kingdom of the Son of His love. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നമ്മൾ ചിന്തിക്കണം എന്ന് കഴിഞ്ഞാൽ ഈ അന്ധകാര ശക്തിയിൽ നിന്ന് ഓൾറെഡി കർത്താവ് നമ്മളെ വിടുവിച്ചു കഴിഞ്ഞു. സാത്താന്റെ എല്ലാ പദ്ധതികളിലും നമ്മളെ വിടുവിച്ചു കഴിഞ്ഞു. അപ്പൊ എന്ന് വിചാരിച്ച് കർത്താവ് നമ്മളെ വിടുവിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് അപ്പൊ ഒന്നും അങ്ങനെ പോയാൽ അല്ല. ഞാല് അപ്പം യേശു ക്രിസ്തുവിലൂടെ നമ്മളെ ജയം എടുക്കണം, വിശ്വാസത്താൽ ജയം എടുക്കണം, പറയുന്നല്ലോ. അപ്പൊ നല്ല അധികം പേരെന്ന് വെച്ചാൽ അന്ധകാഴ്ചയിട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചത് കൊണ്ട് നമ്മളിങ്ങനെ നടന്ന് തോന്നിയാസം കളിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? അപ്പോൾ ഒന്നും നടക്കത്തില്ല. അപ്പൊ നമ്മളെ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പൊ ബൈബിള് വായിച്ച് നമുക്ക് കർത്താവ് വെച്ചിരിക്കുന്ന ജയം നമ്മള് ആത്മമണ്ഡലത്തിൽ നമ്മള് യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മളെ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് അതാണ് പറയുന്നത്. എല്ലാ അപ്പോസ്തലപ്രവൃത്തി പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും സഭയോട് ചേർന്നു. രക്ഷിക്കപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 3 അധ്യായം വായിക്കുവാൻ നമുക്കറിയാം. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ഒരപ്പം മുറിച്ചിൽ ശുശ്രൂഷ ചെയ്തു. അവർക്കുള്ളതെല്ലാം അവർ പൊതുവായിട്ട് കണ്ടു. അവർക്കെല്ലാം പൊതുവായിട്ട് കണ്ട് അവരപ്പം മുറിച്ച ശുശ്രൂഷ അവർക്കുണ്ടായിരുന്നു. അപ്പം അവരെന്ന് പറഞ്ഞാല് ഒരാൾ മറ്റുള്ളവർക്കെതിരെ ഒന്നും പ്രവർത്തിക്കാനൊന്നും പോയില്ല. അവർ സ്വത്തൊക്കെ പൊതുവായിട്ട് അവർ കണ്ടു. എന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മ, ഒരു കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു, ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പ്രൈസ് അപ്പം കൈമാറ്റം ചെയ്യുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു അപ്പോസ്തലന്മാർക്ക്. പ്രൈസ് ആ കൂട്ടായ്മ, ആ ചർച്ചയിൽ എല്ലാവരും ദൈവമക്കളെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. തമ്മിൽ തല്ലലൊന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പം സഭ അങ്ങനെ ഒരുമിച്ച് കൂട്ടായ്മ പോയി. പ്രൈസ് അപ്പം നമുക്കറിയാം സഫീറയൊക്കെ നമുക്കറിയാം കർത്താവിന്റെ വേലയിൽ അവർ കള്ളത്തരം കാണിച്ച ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ്. അപ്പം നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തുവിലായിരിക്കുമ്പോൾ നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മറ്റുള്ളവരെ ശുശ്രൂഷയായി നമ്മൾ വളർത്താനായിട്ട് നോക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കർത്താവിന്റെ വചനം മറ്റുള്ളവർ പ്രഘോഷിക്കണം. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിൽ മറ്റുള്ളവരെ നമ്മൾ കൈപിടിച്ച് ഉയർത്താനായിട്ട് ശ്രമിക്കണം. ഞാനൊക്കെ സ്ട്രീറ്റിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ പല ഗ്രൂപ്പുകളിലും പല ചർച്ചുകളിലും പല സ്ഥലങ്ങളിലും ഉള്ള ആൾക്കാരെ എൻകറേജ് ചെയ്യാനായിട്ട് ഇടവന്നു. പല കളറുള്ള ആൾക്കാർ, ആഫ്രിക്കൻസ്, ഇംഗ്ലീഷുകാര്, മലയാളികളെ, ഇങ്ങനെ പല സ്ഥലങ്ങളിലെ ആൾക്കാരെ എൻകറേജ് ചെയ്യാനായിട്ട് യേശുക്രിസ്തുവിൽ എനിക്ക് സാധിച്ചു. അപ്പൊ എന്ന് വിചാരിച്ച് അവർ പല ചർച്ചകൾ അവർ ഏത് സമയം നമ്മുടെ കൂട്ടത്തിൽ വരാൻ അതങ്ങ് പറ്റത്തില്ല. അവർക്ക് അവരെ ഗ്രൂപ്പുണ്ട്. അപ്പൊ അവരെ എൻകറേജ് ചെയ്തിട്ട് അവരവരെ ഗ്രൂപ്പിൽ പോയി എൻകറേജ് ചെയ്യട്ടെ. They have to encourage their groups, their place like that. This is what I want to say to all the people today. The people, those who are watching online, our calling is a heavenly calling, royal calling from Christ Jesus. Praise the Lord. That means the people, those who are born again and baptized, you are called from the heaven to preach this good news to the nations. Praise the Lord. Not only for one day, but each and every day we have to preach this gospel to everybody. Praise the Lord. This is the will of God. That is what the Bible is saying. I will be with you all the days of your life. അതാണ് ഞാൻ ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം തരുന്നു. അതുകൊണ്ട് തന്നെ ദൈവവേലയിലായിരിക്കുന്ന ഒരാൾക്കാരും ദൈവവചനത്തെ പ്രതി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവവചനം ഒരാളെയും ഡിസ്കറേജ് ചെയ്യത്തില്ല. ആരെങ്കിലും ഡിസ്കറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്ധകാര ശക്തി നിങ്ങളോട് വ്യാപരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഡെലിവറൻസ് വേണം. അതുകൊണ്ട് രാവിലെ ഏൽക്കുമ്പോൾ തന്നെ നമ്മൾ മിനിമം 1 മണിക്കൂർ പറ്റുമെങ്കിൽ ആത്മാവിൽ നമ്മളെ സ്തുതിക്കണം. അന്ധകാര ശക്തിയുടെ ഒരു പ്ലാനിങ് നടക്കുന്നു, ഒരു പദ്ധതി നടക്കുന്നു. ചിലപ്പോൾ നമുക്കെതിരെ ആൾക്കാർ വരുവാണെങ്കിൽ ഒന്നീ കർത്താവരെ അന്ധമാക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. കാരണം വെച്ചാല് ദൈവമക്കള് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് മിനിമം 1 hour രാവിലെ ആ ഒരു വരം ഉണ്ടാവും. ഏതായാലും കാലിയ നിങ്ങൾക്കെതിരായിട്ട് ഒരായുധവും നടക്കത്തില്ല, ഒരു പരിപാടിയും നടക്കത്തില്ല. ഉറപ്പ് പറയും. അതേപോലെ നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ടാവും.
നിങ്ങളുടെ ജോലിയൊക്കെ നഷ്ടപ്പെടും, നിങ്ങളുടെ ബിസിനസ് എല്ലാം സീറോ ആവും. എങ്കിലും കർത്താവ് നിങ്ങളെ കരുതും. അതാണ് ദൈവം. പ്രൈസലോട്ട്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പ്രൈസലോട്ട്. അതിനൊത്തിരി എന്നൊക്കെ പറയും. പ്രൈസലോട്ട്. ദൈവ വേലയിൽ ആയിരിക്കണം ആൾക്കാര്. അതാണ് അനേക ശുശ്രൂഷയിൽ നിന്ന് ആൾക്കാർ തകർന്നു പോകാൻ കാര്യം എന്ന് വെച്ചാൽ അവർ ചുമ്മാ പ്രീച്ചിങ് ചെയ്യുവാണ്. പ്രീച്ചിങ് അല്ല പ്രിയമുള്ളവരെ ദൈവവേല എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനോട് സമയം ചെലവഴിക്കണം. വി ഹാവ് ടു സ്പെൻഡ് അവർ ടൈം വിത്ത് ഗോഡ്. ഇറ്റ്സ് എ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു. ഒരു സ്ഥലത്ത് കർത്താവിനെ പ്രവേശിക്കും, ഞാനൊക്കെ സ്ട്രീറ്റ് കർത്താവിനെ പ്രവേശിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കർത്താവിനോട് സമയം ചെലവഴിക്കാതെ പോകത്തില്ല. അല്പം താമസിക്കുമായിരിക്കും, നേരത്തെയേക്കും, എന്നാലും സമയം ചെലവഴിച്ചിട്ടേ പോകത്തുള്ളൂ. അല്ലേ, നമുക്ക് എത്ര ആയുധങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരായുധവും നടക്കത്തില്ല. നമുക്കെതിരെ കൈവെക്കുന്നവരുടെ തലമുറ അവരെ കണ്ണുകൊണ്ട് തന്നെ അവരെ നിലവിളി നമ്മൾ കാണും. ദുഷ്ടന്മാരുടെ തകർച്ച നമ്മുടെ ശത്രുക്കളുടെ കണ്ണ് നമ്മുടെ കണ്ണിൽ രസിക്കും. കർത്താവ് രസിക്കാൻ ഇടവരുത്തും. ഹല്ലേലൂയ. ഒരായുധവും നടക്കത്തില്ല നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യം ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടരുത്. നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ഒരു കൊയ്ത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണക്ട് ചെയ്ത് തരും. അത് പരമാവധി തറക്കാനായിട്ട് അന്ധകാരശക്തികൾ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോളിൽ നിങ്ങളെ സ്റ്റെപ്പ് ജയിക്കുവാനായിട്ടും അത് കോളിങ് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ടും നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കുവാനായിട്ട് അന്ധകാരശക്തികൾ പരമാവധി ശ്രദ്ധിക്കും. പക്ഷെ എങ്കിലും നിങ്ങൾ ആത്മാവിലുള്ള പ്രാർത്ഥനകൾ വിട്ടുകളയരുത്. കർത്താവിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നേറണം. കർത്താവ് പരിചയത്തിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഗിരി നമുക്ക് തുണനിക്കും. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ആൾക്കാർ ശുശ്രൂഷ ലെവലിൽ വിട്ട് നമ്മൾ പുറത്തോട്ട് പോകരുത്. ശുശ്രൂഷ ലെവല് നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ നമ്മൾ മുന്നോട്ട് പോകണം. ഒരാടെയും കാണത്തില്ല, നമ്മൾ തന്നെ കാണത്തുള്ളൂ. എങ്കിലും നമ്മൾ വഴി വെട്ടി മുന്നോട്ട് പോകണം. കർത്താവ് നമുക്ക് മുമ്പേ പോകും. യഹോവയായ ദൈവം അവൻ നമുക്ക് മുമ്പേ പോയി മലകളെ നിരപ്പാക്കുകയും താമ്രവാദികളെ തകർക്കുകയും ഇരുമ്പുടൽ പൊടിക്കുകയും ചെയ്യും. ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 45 verse 2. Our God will go before you and break all the bars of the irons. Praise the Lord. All the crooked places, our God will make you straight for you. Praise the Lord. Hallelujah. What we have to do it? We have to always spend time with God. That's what when you are reading the Old Testament, book of Daniel, and Daniel also, Shadrach, Meshach, Abednego, praise the Lord, that three peoples, they were spending time with God. In their famine time, in their due time, our God was directly sending his angels, and our God was delivering all these people from the persecution time. Praise the Lord. Hallelujah. Even if in the midst of the persecution, even if Daniel, he was the den of the lion, praise the Lord. From the burning fire furnace, our God was delivered these people. How it happened like that? Because they were trusting God. They were worshiping our God. Daniel, he was worshiping our God 3 times a day. Praise the Lord. In the New Testament, there is no specific time we have to worship. We can worship each and every time, each and every fraction of second, each and every hours. We can worship our Lord. Praise the Lord. Hallelujah. So the people, those who are watching online, അതാണ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും ഈ ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ വിട്ട് കളയരുത്. ദൈവത്തിലുള്ള ആശ്രയം എന്നും നമുക്കില്ലാതാകുന്നു അന്ന് ഈ അന്ധകാരശക്തികൾ നമ്മളെ താർക്കാൻ തുടങ്ങും. എന്നൊക്കെ അപ്പം ഒരിക്കലും അന്ധകാരശക്തികൾ നമുക്ക് തകർക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, അതാണ് കർത്താവിൽ ആശ്രയിച്ചു, അത്തിനല്ലി വാസമർപ്പിച്ചു. അതുകൊണ്ട് നിനക്ക് ഒരു തിന്മയും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ എടുക്കത്തില്ല. നിന്നെ കാക്കുവാൻ നിന്റെ വഴിയിൽ പ്രൈസ് ദി ലോർഡ് എന്റെ ദൂതഗണങ്ങളെ ഞാൻ കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാൽ കല്ലി തട്ടി പോകാതിരിക്കാനായിട്ട് അവൻ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടി നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തം, ദൈവത്തിലൂടെ യേശു ക്രിസ്തുവിൽ നടക്കുന്ന വ്യക്തികൾക്ക് വാഗ്ദത്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യൗവനമൊക്കെ കഴുകന്മാരെ പോലെ കുതിച്ച് വീണ്ടും കർത്താവ് തരും, പുതുക്കി തരും. അവിടെ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരാൾക്കാരും ഒരിക്കലും രക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഉണർവ് കർത്താവ് തരും, ഒരു കൊയ്ത്ത് കർത്താവ് തരും. ദിവസവും വാഗുകൊണ്ട് നമ്മൾ ഏറ്റു പറയണം, മുന്നോട്ട് നീങ്ങണം. ശത്രുക്കളുടെ ഭയം കണ്ട് പിടിസ്രാജനം അങ്ങനെയായിരുന്നു. ശത്രുക്കൾ കണ്ട് പേടിച്ചു നിന്നിട്ടൊന്നുമില്ല. നമുക്കൊരു അമോറൈറ്റ്സും അമാലിക്കരും
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ കുറെ യബൂസ്യർ എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെ ആ മല്ലന്മാരുടെയും അധികാരം ഒന്നും കണ്ടിട്ട് അവര് പേടിച്ചില്ല. ആ ജോഷുവയും കാലബൊക്കെ കാനാൻ ദേശം ഒറ്റുപോകാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവര് മല്ലന്മാരാണെങ്കിൽ തന്നെയും കർത്താവ് നമ്മളോട് കൂടിയുണ്ട്, അതുകൊണ്ട് നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റും. ആ പോയ എല്ലാവരും അവർക്കെതിരെ നിന്നുവെങ്കിൽ തന്നെയും, വിട്ടുപോകാൻ പോയവരെല്ലാവരും ജോഷിക്കും കാലബിനും എഴുതാൻ നിന്നുവെങ്കിൽ തന്നെയും അവര് കർത്താവിന്റെ ശക്തി പറഞ്ഞു. നമ്മുടെ കർത്താവിന്റെ ശക്തി ഈ ലോകം സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തിയാണ്. ലോകത്തെക്കാളും വലിയവനാണ് നമ്മുടെ ദൈവം. നെവർ ലുക്ക് അറ്റ് ദ പവർ ഓഫ് ദ സൈത്താൻ, നെവർ ലുക്ക് അറ്റ് ദ പവർ ഓഫ് ദ ഈവിൾ സ്പിരിറ്റ്. We have to look at always at the power of the God. Our God's power is a mighty power and divine power over all the satanic power. Praise the Lord. Hallelujah. അതാണ് പറയുന്നത്. നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാല് അത്യന്ത ശക്തിയാണ് നമ്മുടെ ദൈവത്തിന്റെ ശക്തി. അതുകൊണ്ട് തന്നെ അന്ധകാരികൾ എത്ര നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരൊക്കെ ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവരിലൂടെയുള്ള ശക്തി ലോകത്തിന്റെ ശക്തിയാണ്. ആ ശക്തിനെ അവർ പിശാചിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ ആൾക്കാരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചിട്ട് അവരേക്ക് അസുഖം വരുത്തി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തി കളയും. അവരുടെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകണം. അതാണ് അന്ധകാരിയുടെ പ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവർക്കൊന്നും വഴിപ്പെടരുത്. നമ്മുടെ ശത്രുക്കളെ കണ്ട് നമുക്ക് അവർക്ക് പറയാനൊന്നും പോകേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളെ കരുതും, കർത്താവ് നമ്മളെ ഉയർത്തും, കർത്താവ് നമ്മളെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയോ, ഞാൻ കർത്താവിന് വില എത്രമാത്രത്തെ സോഷ്യൽ മീഡിയ എല്ലാം ഹാക്കായി, എൻ്റെ വാട്സാപ്പ് ഹാക്കായി, അതേപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയകളും നമുക്കറിയാം ഹാക്കായി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇതെല്ലാം ഒന്നുമില്ല, പലരും ഡിസേബിൾ ആയി. അപ്പം കമ്പ്യൂട്ടറുകളെല്ലാം അതിന്റെ സ്ക്രീനെല്ലാം അടിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഫോണുകളെല്ലാം. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ അന്ധകാരിക്ക് അത്രമാത്രം എന്നെ ഭയക്കുന്നു. കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന എന്നെ അത്രമാത്രം ഈ സാത്താന്യ ലോകം ഭയക്കുന്നു. അപ്പൊ നമ്മളെ നിയമിച്ചാൽ വീണ്ടും ശക്തിയോടുകൂടി ദൈവത്തെ നമ്മൾ പ്രഘോഷിക്കണം. വീണ്ടും നമ്മൾ പുതിയ കൃപയാൽ നമ്മൾ ശക്തിപ്പെട്ട് ദൈവത്തിൽ നിന്നുള്ള ആ ദൈവവേദന നമ്മൾ പുറകോട്ട് പോകരുത്. നമ്മൾ ബൈബിളത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ലൂക്കോസ് 10:19 വാക്യം പറയും, കർത്താവ് പറഞ്ഞാല് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല വെള്ളത്തെയും ചവിട്ടുവാൻ അവിടെ നിന്ന് എനിക്ക് അധികാരം തന്നിരിക്കും. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 10:19. Behold, I give you the authority to trample on serpents and scorpions and over all the power of the enemy, and nothing shall by any means hurt you. Praise the Lord. അതാണ് അവർ God is already given the authority and power to the people, those who are born again. We all are the born again child of God. Praise the Lord. Hallelujah. So that we will never get the failure in our life. Sometimes even if the world people are thinking, oh, we are facing the failure, but no, praise the Lord. Bible says, according to the Bible, you are working as a victorious person each and every day. What you have to do it for that, we have to spend time with God, give the praise and thanks to the Lord, read the Bible, hear the gospel message, declare the promise in Christ Jesus. What are the promises you have in your life? Declare in front of the God. Praise the Lord. From your mouth loudly we have to we have to proclaim the promise of the Lord. അതാണ് നമ്മൾ ഏറ്റവും ശക്തിയോട് കൂടി തന്നെ വാ തുറന്ന് കർത്താവ് തന്നിരിക്കുന്ന ആ വാഗ്ദത്ത വചനങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ എന്താവുന്ന ഡിക്ലെയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വാഗോട്ട് ഡിക്ലെയർ ചെയ്യണം. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പരാജയപ്പെടത്തില്ല എന്ന് വാഗോട്ട് പറയണം. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളും പ്രൈസ് ദി ലോർഡ് ലജ്ജിക്കാൻ ഇടവരുത്തത്തില്ലെന്ന് വാഗോട്ട് പറയണം. അങ്ങനെ പറയുമ്പോൾ, ദൈവവിശ്വാസത്തിൽ പറയുമ്പോൾ ഭൂതക്കണുകൾ നമ്മുടെ സംസാരം കേൾക്കുവാനായിട്ട് വെക്കുകയാണ്. അവർ നമ്മുടെ ഓരോ സംസാരങ്ങളും പിടിച്ചെടുത്ത് നമുക്കറിയാം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ദൈവസേനയിൽ നമുക്ക് നേരിടും. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരും നിരാശയുടെ വാക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും പ്രത്യാശയുടെ വാക്ക് സംസാരിക്കും. നമ്മുടെ ദൈവം പ്രത്യാശ തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ലൂക്ക് ചാപ്റ്റർ 4:3 മരുഭൂമിയെ പരീക്ഷ പറയാണ്. നമുക്കൊന്ന് വായിക്കണമെങ്കിൽ നമുക്ക് ഗോസ്പൽ 4:3-4:5-6. Yes, I would like to read that one. Okay. And the devil said to him, if you are the Son of God, command this stone to become bread. But Jesus answered him, saying, it is written, men shall not live by bread alone, but by every word of the God. ഇതാണ് പറഞ്ഞാല്, അപ്പോൾ പിശാച്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശുക്രിസ്തു 40 രാവും 40 പകലും ഉപവാസം എടുത്തിരിക്കുന്ന അവസരത്തില് അപ്പം കർത്താവ് പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു, വാഗൊണ്ട് പറഞ്ഞു.
കർത്താവിന്റെ വിജയം കർത്താവ് വാഗുകൊണ്ട് ഡിക്ലെയർ ചെയ്തു. എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മുടെ വിജയങ്ങളും നമ്മളായിരിക്കുന്ന അവസ്ഥയും നമുക്ക് കർത്താവ് നമുക്ക് തരാൻ പോകുന്ന ആ വാഗ്ദത്വം എല്ലാം നമ്മൾ വാഗുകൊണ്ട് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് അന്ധകാര ശക്തിയുടെ കോട്ട തകർക്കുവാനായിട്ട് ദൈവത്തിന് വിശുദ്ധന്മാർ ആഗ്രഹിക്കും. സാഹചര്യങ്ങൾ നോക്കാനായിട്ട് പോകാൻ, പ്രതിസന്ധി ഘട്ടങ്ങൾ നോക്കാനായിട്ട് പോകരുത്, പ്രയാസങ്ങൾ നോക്കാനായിട്ട് പോകരുത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അന്ധകാര ശക്തിയുടെ ആ കോട്ടകളെ നമ്മൾ വാഗുകൊണ്ട് കർത്താവിന്റെ വാഗ്ദത്ത വചനം കൊണ്ട് പറഞ്ഞ് നമ്മൾ നിർവീര്യമാക്കണം, തകർത്ത് കളയണം. We have to destroy all the work of the devil by saying the word of God from your mouth. Praise the Lord. Hallelujah. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഗോസ്പൽ ജോൺ ചാപ്റ്റർ 17 വേഴ്സസ് 11 കർത്താവ് പറയുന്നത് കഴിഞ്ഞാൽ കർത്താവിന്റെ നാമത്തെ കർത്താവ് നോക്കി പ്രൊട്ടക്ഷൻ തന്നിരിക്കുകയാണ്. അതാണ് പറയുന്നത്, നൗ ഐ എം നോ ലോങ്ങർ ഇൻ ദ വേൾഡ് ബട്ട് ദീസ് ആർ ഇൻ ദ വേൾഡ് ആൻഡ് ഐ കം ടു യു. ഹോളി ഫാദർ, കീപ് ത്രൂ യുവർ നെയിം those whom you have given me. Praise the Lord. That name they may be one as we are. Bible saying, keep through your name those whom you have given me. Your name, that means Jesus Christ's name. Praise the Lord. That means today we all are getting the protection in the name of Jesus Christ. Healing we are getting in Jesus' name. Deliverance we are getting in Jesus' name. Salvation we are getting in Jesus' name. Eternal life we are getting in Jesus' name. Praise the Lord. And you know that one, we can overcome all the work of the devil. That is through in the name of Jesus Christ. Praise the Lord. Hallelujah. So that നമ്മുടെ യേശു ക്രിസ്തുവിലുള്ള പാപമോചനമുണ്ട്, നമുക്ക് രോഗശാന്തിയുണ്ട്, അന്തരാശക്തിയുള്ള മോചനമുണ്ട്, ജീവിതത്തിൽ ജയാലായിട്ട് നടക്കാൻ പറ്റുന്ന ഓരോരു നാമമുള്ളൂ, യേശുനാമമാണ്. അതാണ് ആകാശത്തിന് കീഴിൽ നമുക്ക് രക്ഷയിലേക്ക് വരാനായിട്ട് ഒരേ ഒരു നാമമുള്ളൂ. അത് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തുന്നേറ്റ് അത് രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമം. ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരും, എന്നീ വചനം കേൾക്കുമ്പോൾ എല്ലാവരും നമ്മൾ യേശു ക്രിസ്തുവിന്റെ വിശ്വാസങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിന് മുന്നോട്ട് പോകാം. ഈ ദൈവം നമ്മളെ കൈവിടത്തില്ല. നമ്മുടെ ശത്രുക്കള് അവര് തകർന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. അവരോരോ മക്കളും ചിലപ്പോൾ ഇല്ലാതാവും ലോകത്തിൽ. അത് ഈ ആദമാരൊക്കെ സംഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇസ്രായേൽ എങ്ങനെയാണ്? നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. കർത്താവ് അത് നമ്മളെ വീണ്ടും നമ്മുടെ ശത്രുക്കൾ നോക്കാനായിട്ട് നമ്മൾ പോകണം. നമ്മൾ ദൈവവചനം ധ്യാനിച്ച് മുന്നോട്ട് പോകാൻ കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മൾ വീണ്ടും കഴുകന്മാരെ പോലെ ചിറകൊടിച്ചു വരും. വീണ്ടും ഒരു കൊയ്ത്ത് കർത്താവ് നമുക്ക് തരും. അതാണ് എനിക്ക് പറയാൻ ഒരു വേണ്ടി പ്രാർത്ഥിക്കും. പിതാവ് നന്ദി ഓർക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് പ്രാർത്ഥിക്കും. Father, in the name of Jesus Christ, I pray for all the people right now. Especially the people, those who are watching, Lindsay, Vincent, Dominicano, Tom and Matthew, Claire, and Betsy, and lots of people, those who are watching, all I pray, Father God, I pray for them. Thank you for your touching each and every soul and giving the anointing and power to each and every people. Heavenly Father, I pray for them right now, Father. Father God, especially the people are suffering the cancer, HIV positive, I'm facing the visa problems, people are not having the job, ജോലിയില്ലാത്ത അവസ്ഥ, മുന്നോട്ട് മൂർത്തിയില്ലാത്ത അവസ്ഥ, സാമ്പത്തികമായി തകർന്ന അവസ്ഥ, വരുമാന മാർഗം ബുദ്ധിമുട്ടുന്ന അവസ്ഥ, കുടുംബ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ എസ്പെഷ്യലി കർത്താവ് the people those who are watching online, I pray for each and every people right now, for the blood of Jesus Christ right now. യേശുവിന്റെ നാമത്തിൽ in the name of Jesus Christ, I declare the healing and deliverance in the name of Jesus Christ, in Jesus' name, in the name of Jesus Christ. പ്രത്യേകിച്ച് കർത്താവ് ശുശ്രൂഷയിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്നു. പുതിയ എനർജി അവർക്ക് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, I declare a new energy in their life. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു. In Jesus' name I pray. Amen. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും വിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളിവിടെ ആയിക്കട്ടെ. തന്നെയും the grace of our Lord Jesus Christ, the love of God, and sweet fellowship with the Holy Spirit be with you all. Surely, the goodness and mercy will follow us all the days of our life, and I will dwell in the house of the Lord forevermore. Amen. God bless you.